ക്രിസ്തീശ്വരൻ അനുഗ്രഹീതരായ പ്രിയ സഹോദരീമാരെ, ഏവർക്കും കർത്താവ് യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. തന്റെ ഏകജാതനെ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോവാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവരെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഒരൊറ്റ വാക്യത്തിൽ ബൈബിളിലെ മർമ്മപ്രധാനമായ ദൈവത്തിന്റെ ഭക്തത വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇത് വെറും ഒരു വാക്യമല്ല, നാം സൃഷ്ടിച്ച സൃഷ്ടിയായ മനുഷ്യനോട് ദൈവത്തിന് പറയാനുള്ള തന്റെ സ്നേഹലേഖനമാണ്. ഈ വചനത്തെ നാലായി തിരിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്ന്, ദൈവം അത്രമാത്രം നമ്മെ സ്നേഹിച്ചു എന്നാണ്. അത് ഈ ലോകത്തെ കാണുന്ന അപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന സ്നേഹമല്ല, അത് എന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു അചഞ്ചലമായ സ്നേഹമാണ്. മാറാത്ത സ്നേഹം, മാറ്റമില്ലാത്ത സ്നേഹം, ക്ഷമിക്കാനാവാത്ത വിധം പാപം ചെയ്ത് ദൈവത്തിന് അകന്നുപോയ നമ്മോട് ദൈവം കാണിക്കുന്ന ആ സ്നേഹമാണ് മാറ്റമില്ലാത്ത സ്നേഹം. 2, അവൻ തന്റെ ഏകജാതനെ നൽകി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി. ഏറ്റവും വലിയൊരു യാഗം. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ദൂതന്മാരെയോ പ്രവാചകന്മാരെയോ ബലിയായി നൽകിയില്ല, യാഗമായി നൽകിയില്ല. തിരിച്ച് തന്റെ സ്വന്തം പുത്രനായ തന്റെ ഏകജാതനായ ക്രിസ്തുവിനെ തന്നെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി നമുക്ക് വേണ്ടി നൽകി. അത്രമാത്രം സ്വന്തം മകനെ നൽകിപ്പോലും നമ്മെ സ്നേഹിച്ച ആ പിതാവിന്റെ സ്നേഹം. ദൈവമായി ഇരുന്നിട്ടും വെറും മനുഷ്യനായി അവതരിച്ചുകൊണ്ട് ക്രിസ്തു നമുക്ക് വേണ്ടി ലജ്ജാകരമായ ക്രൂശുമരണം തിരഞ്ഞെടുത്തു. അത് നിങ്ങൾക്കും എനിക്കും വേണ്ടി, യോഗത്തിനു വേണ്ടി, പാപികളായ നാം ഓരോരുത്തർക്കും വേണ്ടി. ഹല്ലേലൂയ. 3, അവനിൽ വിശ്വസിക്കുക. പിതാവായ ദൈവം ആകർഷിച്ചിട്ടില്ലാതെ ആരും പുത്രന്റെ അടുക്കിലേക്ക് വരുന്നില്ല എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. ആകയാൽ നാം ക്രിസ്തുവിനെ അറിയുന്നു. തീർച്ചയായും പിതാവായ ദൈവം നമ്മെ ആകർഷിക്കുകയും ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. നാം രക്ഷപ്പെട്ടവരെന്നതിൽ ഒരു സംശയവുമില്ല. ആകയാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുക, ക്രിസ്തുവിനെ പിന്തുടരുക. അതിലൂടെ നാം സ്വർഗത്തിന് നഷ്ടമായി തീരുന്നില്ല, സ്വന്തമായി തീരുന്നു. 4, നശിക്കുകയല്ല, നിത്യജീവൻ പ്രാപിക്കുക. ഭൂമിയിലെ ജീവിതം ക്ഷണികമാണ്, താൽക്കാലികമാണ്. എന്നാൽ നമുക്ക് ക്രിസ്തു യേശുവിൽ ഒരു നിത്യമായ ഒരു ജീവിതമുണ്ട്. ഒരിക്കലും അവസാനിക്കാത്ത, സന്തോഷം നിറഞ്ഞ, സമാധാനം നിറഞ്ഞ, ഉത്കണ്ഠയില്ലാത്ത, ആകുലതയില്ലാത്ത, സന്തോഷവും സമാധാനം കൊണ്ട് നിറഞ്ഞ ഒരു ജീവിതം. അത് സ്വർഗം നമുക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. അവിടുത്തെ ഏകജാതന പുത്രനെ നൽകിപ്പോലും അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ചുവല്ലോ. ആ സ്നേഹത്തിന് വില മനസ്സിലാക്കി അവിടുത്തെ പുത്രനെ വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ വചനങ്ങളും കൽപ്പനകളും അനുസരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിലൂടെ ഞങ്ങൾ നിത്യജീവന്റെ അവകാശികളായി മാറുകയും ചെയ്യട്ടെ. പ്രാർത്ഥന കേട്ട കൃപയായ കർത്താവേ സ്തോത്രം. യേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ.